കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് ഡേറ്റ ടൈപ്സ് ആയിരുന്നു. സോ ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് നമ്മൾ നോക്കിയത്? ഏതൊക്കെയായിരുന്നു? അഭിലാഷ് ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? അഭിലാഷ്, അഭി, ഉണ്ടായിരുന്നു മിസ്സേ. ഡേറ്റ ടൈപ്സ് ഏതൊക്കെയായിരുന്നു പഠിപ്പിച്ചേ? ഡേറ്റ ടൈപ്സ് ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, ഡബിൾ, ബൂളിയൻ, ബൂളിയൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ബേസിക് ഡേറ്റ ടൈപ്സ്. ഓക്കെ, ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻറ്റും ഫ്ലോട്ടും ഒക്കെ അല്ലേ? അതെ അതെ. ഓക്കെ, ഇൻപുട്ട് ഈ STDIO എന്നായിരുന്നു? ഹരിശങ്കർ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മിസ്സേ. എന്നായിരുന്നു STDIO? അത് സ്റ്റാൻഡേർഡ് ഹെഡർ ലൈബ്രറി അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതില്ലെങ്കിൽ നമ്മുടെ എന്ത് വർക്ക് ചെയ്തില്ല? സി പ്രോഗ്രാം വർക്ക് ആവില്ല. അല്ല, പ്രിന്റ്എഫ് എടുക്കുകയല്ല. നമ്മള് കൊടുക്കുന്ന പ്രിന്റ്എഫിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഡൗട്ട് കോഡ്സിനകത്ത് ഇപ്പൊ എന്താണ് നമ്മൾ കൊടുക്കുന്നത് അത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് പ്രിന്റ്എഫ്. എന്ത് കൊടുത്താലും ഡബിൾ കോഡ്സ് കൊടുത്താലും നമുക്കത് മോണിറ്ററിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും, പ്രിന്റ്എഫ്. ഓക്കെ, ഇന്റിജറിനെ സ്പെസിഫൈ ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ഏതായിരുന്നു? നന്ദു ഉണ്ടായിരുന്നോ ഇന്നലെ? ഇല്ലായിരുന്നു. ശരി. ഐശ്വര്യ ഉണ്ടായിരുന്നോ ഇന്നലെ? ഫോർമാറ്റ് സ്പെസിഫയേഴ്സിനെ പറ്റി സംസാരിച്ചായിരുന്നു. അതെന്തുവാന്ന് ഓർക്കുന്നുണ്ടോ? ഇന്റിജറിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ എന്തായിരുന്നു? പെർസെന്റേജ് ഡി. ഫ്ലോട്ടിന്റെയോ? ക്യാരക്ടർ പെർസെന്റേജ് സി. ഓക്കെ, പിന്നെ സുബിമോൾ ഉണ്ടായിരുന്നോ ഇന്നലെ? സുബിമോൾ ഉണ്ടായിരുന്നു? ഹലോ, ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ ഇല്ലായിരുന്നോ? ഈ മണികണ്ഠൻ ഉണ്ടായിരുന്നോ ഇന്നലെ? എന്തോ? മണികണ്ഠൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നോ ഇന്നലെ? ഉണ്ടായിരുന്നെന്ന് ഞാൻ കണ്ട പോലെ തോന്നി. മിസ്റ്റർ മണികണ്ഠൻ എന്തായിരുന്നു ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറഞ്ഞ എന്നായിരുന്നു എന്ന് ഓർക്കുന്നോ? ഡിക്ലറേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ബേസിക് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ഇൻഡ് എ, ഇൻഡ് ബി എന്ന് രീതിയില് അതായിരുന്നു. അത് കണ്ടായിരുന്നോ? അതാണ് ഡിക്ലറേഷൻ. എയും ബിയും ഒക്കെ വേരിയബിൾസ് ആണ്. എയും ബിയും നമ്മൾ മെമ്മറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ ആൻഡ് ബി. ഇൻഡ് എ എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ് സ്പേസ് മെമ്മറി അലോക്കേറ്റ് ആകും. ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് സ്പേസ് അലോക്കേറ്റ് ആകും. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ കീബോർഡിൽ ഒരു നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ 2 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇന്റിജർ നമ്പർ ആണ്. ആ 2 എവിടെ പോയി വീഴും എന്ന് വെച്ചാൽ ഈ 2 ബൈറ്റ് സ്പേസ് അലോക്കേറ്റ് ആയിട്ട് പോയി വീഴും. ഇൻഡ് എ എന്ന് പറഞ്ഞ ഒരു സ്പേസ് റെഡി ആയിട്ടിരിക്കുന്നു, അതിലേക്ക് സാധനത്തെ നമ്മൾ കൊണ്ടിടുന്നു. ഫ്ലോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ്, പോയിന്റ് ഉള്ള നമ്പേഴ്സ് ഒക്കെ അതിനകത്തോട്ട് കൊണ്ടിടാം. ഓക്കെ, അപ്പൊ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ഒക്കെയാണ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു സി ഒരു പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിയുടെ ഫംഗ്ഷൻ ആണ് വോയിഡ് മെയിൻ. മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, കേർലി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഈ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒരു പ്രൊസീജിയർ ആണ്. സി പ്രോഗ്രാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിയുന്നത്. ഓക്കെ, അതിനകത്ത് ഡിക്ലറേഷൻ പാർട്ടും ഉണ്ട്, എക്സിക്യൂഷൻ പാർട്ടും ഉണ്ട്. ഡിക്ലറേഷനെ നമ്മൾ ഇന്റ്, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കും. വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ആ വേരിയബിൾ യൂസ് ചെയ്താൽ അത് ഐഡന്റിഫൈ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലെ എ ബി സി എന്ന് പറയുന്ന വേരിയബിൾ എന്താകുന്നു
മെമ്മറിയിലേക്ക് എത്ര മെമ്മറി ക്രിയേറ്റ് ചെയ്യണം, അവിടെ എന്താണ് ഇടേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിന്റ് എഫ് പഠിച്ചു. പിന്നെ എനി ഇൻപുട്ട്, അതായത് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷനും പഠിച്ചു, റൺ ടൈം ഇനിഷ്യലൈസേഷനും പഠിച്ചു. കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിനകത്ത് ഇപ്പൊ ഹാഷിംഗ്ലൂഡ് stdio.h ഉണ്ട്. ഓക്കെ, വോയിഡ് മെയിൻ ഓക്കെ എഴുതി കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് വേണ്ട. ബിക്കോസ് വോയിഡ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു റിട്ടേൺ എനി തിങ് ടു ദ OS എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഇന്റ് എ എന്ന് എഴുതി ഡിക്ലെയർ ചെയ്തു. ഞാൻ എ ഇസ് ഈക്വൽ ടു 9 എന്ന് എഴുതി. എയുടെ വാല്യൂ അവിടെ സ്പെസിഫൈഡ് ആണ്, 9 എന്ന് പറഞ്ഞത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിൽ എ ഈക്വൽ ടു 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. എ ഈസ് ഇനിഷ്യലൈസ്ഡ് വിത്ത് എ ഫിക്സഡ് വാല്യൂ ഡ്യൂറിങ് ദ കമ്പൈൽ ടൈം. ഓക്കെ, അതേസമയം ഞാൻ എഴുതുവാണ് ഇവിടെ ഡിക്ലറേഷൻ പാർട്ടിൽ ഞാൻ വേറൊരു വേരിയബിളിനെ പരിചയപ്പെടുത്തി, ഇന്റ് ബി. ഓക്കെ, എന്നിട്ട് ഞാൻ എഴുതുവാണ്, ഒരു മെസ്സേജ് വരണം ഔട്ട്പുട്ട് സ്ക്രീനിൽ, പ്രിന്റ് അപ്പ് എന്ത് എന്റർ ദ നമ്പർ എന്ന് കൊടുത്തു. ഇതിൽ എന്റർ ദ നമ്പർ ഇതൊരു പ്രിന്റ് അപ്പ് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അതിനകത്ത് എന്താണ് എഴുതുന്നത് അത് അതുപോലെ കാണിക്കും. എന്നിട്ട് സ്കാനഫ് ആണ് എന്ത്, റൺ ടൈം ഇനിഷ്യലൈസേഷൻ. സ്കാനഫിന്റെ സിന്റാക്സ് എന്താ, സ്കാനഫ് കൊട്ടേഷൻ മാർക്ക് എന്താണ് റീഡ് ചെയ്യേണ്ടുന്നത്, ബിയിലേക്ക്, ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഇടണം. അപ്പൊ ബിനെ എന്തായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഇന്റിജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് %d എന്ന് കൊടുക്കുന്നു. കോമ ആംപർസെന്റ് എന്ന് പറയുന്ന അഡ്രസ് ആണ്. ബിക്ക് വേണ്ടി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിലേക്ക് ഒരു ഇന്റിജർ വാല്യൂ കൊണ്ടിടുന്നു, അതും ഇഷ്ടമുള്ള ഇന്റിജർ വാല്യൂ. ഒരു പ്രാവശ്യം ഞാൻ കൊടുക്കുന്നതല്ല, രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ളത് വേറെ കൊടുക്കാം. ഓക്കെ, പക്ഷേ എ ഈക്വൽസ് 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ഓഫ് %d കോമ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എയുടെ വാല്യൂ 9 തന്നെ ആയിരിക്കും. ഇഷ്ടമുള്ളത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിനാണ് എന്ത് പറയുന്നത്, ഡൈനമിക് എന്തായിരുന്നു റൺ ടൈം ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ റൺ ടൈം ഓഫ് ദ പ്രോഗ്രാം ദ വേരിയബിൾ ക്യാൻ ബി അസൈൻഡ് വിത്ത് എനി വാല്യൂസ്. അതിനാണ് റൺ ടൈം ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത്. ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷൻ ആൻഡ് റൺ ടൈം ഇനിഷ്യലൈസേഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് എൻ yes or no ആൻസർ. അതായത് ഞാൻ പറയാണ്, നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം തരുന്നത് എന്താണ്, എഴുതുന്നുണ്ട്, യെസ്. നിങ്ങൾ പരീക്ഷ എഴുതുന്നില്ലേ, ഇല്ല. അപ്പൊ അങ്ങനെ ഒരു yes or no ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ, യെസ്, നോ. ഈ yes or no, ഇന്ന് മഴയായതുകൊണ്ട് വെളിയിലേക്ക് പോകുന്നുണ്ടോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, കണ്ടീഷണൽ അല്ലെങ്കിൽ ഓക്കെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടീഷണൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് ദ ഔട്ട്പുട്ട് yes or no ആൻസർ. അല്ലെ yes or no എന്നല്ല പറയുന്നത്, യൂഷ്വലി നമ്മൾ പറയുന്നത് ട്രൂ ഫോൾസ് എന്നാ പറയുന്നത്. ട്രൂ ഓർ ഫോൾസ്, ബൂലിയൻ ആൻസർ ആണ് തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതായത് എനിക്ക് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു ഗെയിം ഉണ്ടാക്കുവാണെന്ന് വെച്ചോ. അപ്പം ഗെയിം ഉണ്ടാക്കുമ്പം എന്റെ ഗെയിമിൽ ഒരാള് 5 കോയിന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ he will go to the level 2. So what you are going to think about is actually how many coins the person collected. So that number of coins collected is equivalent to 5 or not. ഒരു condition അവിടെ check ചെയ്യും. If it is equivalent to 5, if the condition is true only, he will jump to the level 2. Otherwise he can put more effort. He is failed. But like that we can write some conditions. അപ്പം സിയിൽ എങ്ങനെയാ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഇഫ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ സിന്റാക്സ് ആണ് ഞാൻ എഴുതുന്നത്, ഇഫ് കണ്ടീഷൻ. കണ്ടോ, ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ എഴുതും, സെമികോളൻ എടുത്തില്ല, ഓപ്പൺ ദ കേളി ബ്രേസസ്, ക്ലോസ് കേളി ബ്രേസ്. ഓക്കെ, ഇവിടെ എനിക്ക് എന്തെഴുതാം, സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. ഇതാണ് സിന്റാക്സ്. ഓക്കെ, ഇത് എന്നാ സിന്റാക്സാ,
സിമ്പിൾ ഇഫ് അതായത് ഇവിടെ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കും. അതിനകത്ത് ഒരു 100 ലൈൻ ഉണ്ടെങ്കിൽ that 100 lines will be taken. If the condition is false, it will simply ignore it. And whatever the remaining lines in the program, it will be taken. അതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറയാണ്, അതായത് ഇതിന് വേറൊരു രീതിയിൽ എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു മുറിയിലേക്ക് കയറാനായിട്ട് ഒറ്റ വാതിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, ഇഫ് ദ ഡോർ ഈസ് ഓപ്പൺ ഐ ക്യാൻ എൻ്റർ, അത്രേ പറയുന്നുള്ളൂ. ക്ലോസ്ഡ് ആണെങ്കിൽ എന്നുള്ളത് എന്താ, അതർവൈസ് കണ്ടീഷൻ നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ അതാണ് സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഉള്ളതെന്ന് വെച്ചാൽ അതർവൈസ് എഴുതും. അതായത് ഇഫ്, അതായത് അടുത്ത ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് യു ഹാവ് എ കണ്ടീഷൻ, ഓക്കെ, ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ദ സ്റ്റേറ്റ്മെന്റ്. ബട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്, സോ അതിന് നമ്മൾ എന്നെ എഴുതും എന്നറിയാമോ, എൽസ് എഴുതും. എൽസിന്റെ കൂടെ കണ്ടീഷൻ എഴുതത്തില്ല. വാട്ട് എവർ ഈസ് ദ കണ്ടീഷൻ ഹിയർ, if it is false, it will directly go to the else part and take the statements there. Okay, ഈ കണ്ടീഷൻ false ആണെങ്കിൽ it is going to skip this part and it will take the else part. Okay, അതാണ് if else. അതർവൈസ് കണ്ടീഷൻ. അതായത് ഞാൻ പറയുകയാണ്, എനിക്കൊരു വാതിൽ തുറന്ന്, എനിക്കൊരു വാതിലുണ്ട്, ഒരു റൂമുണ്ട്, ആ വാതിൽ തുറന്നു കിടന്നാൽ നിനക്ക് കയറാം, അല്ലേലോ നീ വെളിയിൽ നിൽക്കണം. അതാണ് ഈ രണ്ടാമത്തെ സംഭവം. യു ക്യാൻ സ്റ്റേ ഔട്ട്സൈഡ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കണ്ടീഷൻസ്. ഇഫ് യു വാണ്ട് ടു ചെക്ക് മോർ ദാൻ വൺ കണ്ടീഷൻസ്. ഓക്കെ, മോർ ദാൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് എൽസ് ഇഫ് എന്ന് എഴുതും. അതായത് എനിക്ക് ഇഫിന്റെ കൂടെ കണ്ടീഷൻ എഴുതാം, എൽസിന്റെ കൂടെ കണ്ടീഷൻ എഴുതത്തില്ല. ഇഫ് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത്രയും സ്റ്റേറ്റ്മെന്റ്സ് എടുക്കും. എൽസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ള കണ്ടീഷൻ, അത് തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല, വെളിയിൽ നിൽക്കാന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഓപ്ഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അടുത്തത് വരുന്നത് എന്താണ്, അതായത് ഇഫ്, അതായത് എനിക്ക് ഇഫ് ഐ ഹാവ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ടു ചെക്ക്, കണ്ടോ, അതിന്റെ സിന്റാക്സ് ഇതാണ്. മൾട്ടിപ്പിൾ കണ്ടീഷൻ, ദിസ് ഇസ് കണ്ടീഷൻ 1. ഓക്കെ, വിൽ റൈറ്റ് കണ്ടീഷൻ. ഇഫ് ദ കണ്ടീഷൻ 1 ഈസ് ട്രൂ, ഇറ്റ് വിൽ ടേക്ക് ദ സ്റ്റേറ്റ്മെന്റ്സ് ഹിയർ. ഐ വോണ്ട് ടു റൈറ്റ് നെക്സ്റ്റ് കണ്ടീഷൻ, സി എൽസ് ഇഫ്, കണ്ടോ, അവിടെ ഞാൻ അടുത്ത കണ്ടീഷൻ എഴുതും, കണ്ടീഷൻ 2. സെമിക്കോളൻ ഇടാൻ പാടില്ല, ഓപ്പൺ എ കർലി ബ്രേസ്, ക്ലോസ് എ curly brace. Next, if I have one more condition to check, else if, condition 3. Okay, open a curly brace, close a curly brace. See, statements are here. If all the above conditions are false, it will take the else part. See, I have not written any condition here. Okay, so what it is done is actually it will check if the condition is true. If the condition is true, it will take these statements and ignore all other conditions, all other else if statements, all other else statements. Okay, but if the condition is false, suppose this is false, it will go and check this condition line by in molin tadot, top to bottom ingane edukka. Condition true to check it, adu true anengil it will take this part and ignore all the other conditions. If it is false, it will take this. If all these above conditions are false, it will take the else part. നിർബന്ധിതമായിട്ടും else പാർട്ടിലേക്ക് കയറും. ഇതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു മുറിയിൽ കയറാൻ എനിക്ക് ഒന്നിൽ കൂടുതൽ വാതിലുണ്ട്, 3 വാതിലുണ്ടെന്ന് വെച്ചോ. ഇഫ് ഫസ്റ്റ് വാതിൽ ഓപ്പൺ ഓർ നോട്ട്, ഇഫ് ദ ഫസ്റ്റ് വാതിൽ ഈസ് ഓൺ ഡോർ, ഇഫ് ദ ഫസ്റ്റ് ഡോർ ഈസ് ഓപ്പൺ, യു മേ എൻ്റർ. ഓക്കെ, എൽസ് ഇഫ്, ഇപ്പം എനിക്ക് ഡോർ ക്ലോസ്ഡ് ആണ്, യു ഗോ ആൻഡ് ചെക്ക് ദ സെക്കൻഡ് ഡോർ. ഇഫ് ദ സെക്കൻഡ് ഡോർ ഈസ് ഓപ്പൺ, യു മേ എൻ്റർ. ഇഫ് ദ സെക്കൻഡ് ഡോർ ഈസ് ക്ലോസ്ഡ്, യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദ തേർഡ് ഡോർ. ഓക്കെ, third is opened or not. If it is closed, there is no other option. Get what? Go to the else part. That is, you may stay out. അതാണ് സംഭവം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫസ്റ്റ് ഡോർ ഓപ്പൺ ആണോ, ആണെങ്കിൽ അതിനകത്തോട് കയറാം, നോ നീഡ് ടു ചെക്ക് ഫോർ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഡോർ. ഈ ഒരു സീക്വൻസ് ആണ് എന്ത് സംഭവം. അണ്ടർസ്റ്റുഡ്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇനി വേറൊരു സംഗതി, അപ്പൊ ഇത് ഞാൻ സിന്റാക്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, കോഡിൽ എഴുതുമ്പോൾ ഞാൻ അത് എങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. ഇനി to write a condition, what you need to make a condition, you need relational operators. Okay, what operator? Relational operators. So we learned arithmetic operators first. ഏതൊക്കെയായിരുന്നു? പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, പിന്നെ ഏതായിരുന്നു? മോഡുലസ്. ഓക്കെ, ഇതാണെന്ത് arithmetic operator. Arithmetic operators in C. Okay, assignment operator. ചോദിക്കും പരീക്ഷയ്ക്ക്, what are the different operators in C?
അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അതാണ് ഇത്രയും സംഗതികൾ. പെർസെന്റേജ് എന്തിനായിരുന്നു? മോഡുലസ്. ഈ പെർസെന്റേജിന്റെ പേരാണ് എന്ത്? മോഡുലസ് ഓപ്പറേറ്റർ. പെർസെന്റേജ് എന്തായിരുന്നു തരുന്നത്? പെർസെന്റേജ് അഭിലാഷ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അഭിലാഷ് എന്നായിരുന്നു പെർസെന്റേജ് ഓപ്പറേറ്റർ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ഉറങ്ങിപ്പോ, അതുകൊണ്ട് പേരക്ക് ചോദിക്കുന്ന കേട്ടോ. എന്നെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓപ്പറേറ്റർ ഓർക്കുന്നോ? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഓർക്കുന്നോ അഭിലാഷേ? ഉണ്ടോ ഇല്ലയോ? അയ്യോ മിണ്ടുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ? ഹലോ, കേക്കാവോ? ആ കേക്കാം. ഓക്കെ. അത് റിമൈൻഡർ കിട്ടാൻ വേണ്ടിട്ടല്ലേ, രണ്ട് നമ്പറിന്റെ മോഡുലസ് റിമൈൻഡർ കിട്ടാൻ. യെസ്, റിമൈൻഡർ ഓപ്പറേറ്റർ. കേട്ടോ? അപ്പൊ അറിയാൻ മേലാത്തവർ കേട്ടോണം. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എന്ന് പറയും, അതിനാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. അതായത് 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ പോർഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 5% 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നത് 1 ആയിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. അപ്പം ഇനി എനിക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനെ എഴുതുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, ഓക്കെ, നോട്ട് ഈക്വൽ ടു. ഇത്രയാണ് എന്ത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ടു മേക്ക് എ കണ്ടീഷൻ വി നീഡ് റിലേഷണൽ ഓപ്പറേറ്റർ. സപ്പോസ് വി ഹാവ് 2 നമ്പേഴ്സ്. സപ്പോസ് ഞാൻ പറയാം എ ലെസ് ദാൻ ബി. കണ്ടോ? 5 ലെസ് ദാൻ 2. കണ്ടോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് എഴുതുന്നുണ്ടോ? 5 less than 2, I can say what? Printf what? 5 is bigger. അല്ലെ, A is bigger. Okay, sorry. 5 less than 2, false അല്ലേ? അപ്പൊ എന്ത് പറയുന്നത്? Printf the condition is false. അങ്ങനെ നമുക്ക് എഴുതാം. Okay. 5 greater than 2, printf 5 is a greater value. Okay. ഇപ്പൊ less than or equal to എന്ന് പറഞ്ഞാൽ എന്താ? 5 less than or equal to 5. അതായത് 5 less than or equal to 6 ആകാം, 5 less than or equal to 5 ആകാം. കാര്യം എന്നാ? ഈക്വൽ ടു സിമ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ചെക്കിംഗ് ദാറ്റ് ഇക്വലന്റ് കണ്ടീഷൻ ആസ് വെൽ. മനസ്സിലായോ? 5 നോട്ട് ഈക്വൽ ടു 6. കണ്ടോ? അങ്ങനെ എഴുതാൻ പറ്റും. ഈക്വൽസ് ആണ്. നമുക്ക് കണ്ടീഷനിൽ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരു നമ്പർ ഈക്വൽ ആണ്, എയും ബിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചുമ്മാ ഈക്വൽ എഴുതിയാൽ പോരാ. ഞാൻ ഇങ്ങനെ എഴുതുന്നത്, ഇഫ് എ ഈക്വൽസ് ബി, I can say both A and B are equal. മനസ്സിലായോ? അതാണ് ഈക്വൽ ടു. ഇതിനെന്നാ പേരാ പറയുന്നത്? ഇതിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. A equal to 10 എന്ന് പറഞ്ഞാൽ എന്താ? A is assigned with the value 10. അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇതും ഡിഫറെന്റ് ആണ്. A equals B എന്ന് പറഞ്ഞാൽ എക്ക് ബി ഇക്വലന്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷനിൽ എഴുതുമ്പോൾ എന്താ എഴുതുന്നത്? റിലേഷൻ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് കണ്ടീഷൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതാം. ടു ചെക്ക് വെദർ ദ നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. ഓക്കെ. അല്ലെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ടു ചെക്ക് വെദർ മൾട്ടിപ്പിൾ ഇഫ് കണ്ടീഷൻസ് ആ കേട്ടോ. അല്ല വേണ്ട. ടു ചെക്ക് വെദർ ദ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. ഐശ്വര്യക്ക് പറയാം ഓഡ് ഓർ ഈവൻ എങ്ങനെയാ എഴുതുന്നതെന്ന്. ആദ്യം എന്താ ചെയ്യേണ്ടത്? എഴുതാൻ പോവും. ആദ്യം എന്നാ ചെയ്യണ്ടേ? ഐശ്വര്യ പറയുന്ന പോലെ എവിടെ എഴുതുന്നത്? അൺമ്യൂട്ട് ചെയ്യാവോ? ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇന്റ് നം. എന്നിട്ട് ഓഡ് ഓർ ഈവൻ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് പറയണം? നമ്പർ കൊടുക്കൂ. റൺ ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടമുള്ള നമ്പർ കൊടുക്കണ്ടേ? എന്റർ ദ നമ്പർ. മെസ്സേജ് ഇട്ടു ആണല്ലോ. ഇനി എന്ത് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്? റീഡ് ചെയ്യാനായിട്ട് എന്ത് സ്റ്റേറ്റ്മെന്റ്? ഇൻപുട്ട് ഫംഗ്ഷൻ എഴുതണ്ടേ? പറഞ്ഞോ ഇനി എങ്ങനെ ഇൻപുട്ട് ഫംഗ്ഷൻ എഴുതുന്നത്? സ്കാൻഫ്. ഇൻപുട്ട് ഒരു നമ്പർ ആണല്ലോ. ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുന്നത്. ഈ നമ്പർ എന്തായിട്ടാ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഇൻഡിജർ ആയിട്ടാ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കൊട്ടേഷനകത്ത് പെർസെന്റേജ് ഡി എന്ന് എഴുതും. കണ്ടോ? അത്രേ ഉള്ളൂ. ഒറ്റ നമ്പർ അല്ല ഉള്ളൂ. കോമ. എന്നിട്ട് എന്നാ എഴുതും? ആംപർസെന്റ് നം. ആ അഡ്രസ്സിലേക്ക് പോയി
എന്റെ ഇഷ്ടമുള്ള നമ്പർ ഞാൻ 2 ആ കൊടുക്കുന്നെങ്കിൽ 2 പോയി വീണ്ടും നമ്പറിലേക്ക് വീണ്ടും റൺ ചെയ്യുന്നു. റൺ ടൈം ഇനിഷ്യലൈസേഷൻ കണ്ടോ, വീണ്ടും റൺ ചെയ്യും. 3 ആ കൊടുക്കുന്നെങ്കിൽ 3 പോവാ നമ്പറിലേക്ക്. ഓക്കെ, ഇവിടെ വരെ സെറ്റ്. ഓക്കെ, അടുത്തത് ശരത് ഇന്നലെ ഉണ്ടായിരുന്നോ? ശരത് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ജോലിയിൽ വല്ലതും ആണോ? ശരത് ഓണാക്കാം, അൺമ്യൂട്ട് ചെയ്യാവോ? മിണ്ടുന്നില്ല. ഓക്കെ, ഹരിശങ്കർ ഇന്നലെ ഉണ്ടായിരുന്നെന്നാണോ പറഞ്ഞേ? അതെ മിസ്. ആ, എന്നാ ബാക്കി പറയാവോ? എന്നാ വേണം? ആ, if ഇഫ് brackets ഗൂഗിള് നോക്കരുത്, ഒരു മനുഷ്യന് ഇല്ല. ഗൂഗിള് നോക്കരുത് കേട്ടല്ലോ. ആ. നം നമ്മിൽ എന്തുണ്ട്? ഞാൻ കൊടുക്കുന്ന നമ്പർ ഉണ്ട്. എന്നിട്ട് അത് ഓടാണോ ഇവനാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു ചുമ്മാ ഞാൻ ചോദിക്കുവാണേ, ഒരു നമ്പർ 5 ഓടാണോ? 5 ഓഡ് നമ്പർ ആണ്. എന്തുകൊണ്ടാ? കാരണം അത് ഇപ്പൊ എന്താ പറയാ 1 3 5 അങ്ങനെ 1 3 5 അങ്ങനെ അങ്ങനെ നമ്മൾ കൊച്ചിലെ എങ്ങനെയാ പഠിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഡിവിസിബിൾ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ ഈവൻ, നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ എന്താണ്? ഓഡ്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം തന്നെ എന്താണ്? ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും? 0 വരും. അതാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2 എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പൊ നമുക്ക് റിമൈൻഡർ ഓപ്പറേറ്റർ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, പെർസെന്റേജ്. ആ നമ്പറിനെ ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കും, 0 ആണോ എന്ന് നോക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാം. ഇഫ് ദ നമ്പർ ഈസ് മോഡുലസ് 2, ദാറ്റ് ഈസ് ഈ ഒരു നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണോ? ഈക്വൽ ടു ഇക്വലന്റ് ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു കമ്പാരിസണിൽ അല്ലെ റിലേഷണൽ ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു. കണ്ടീഷൻ ആയ നമ്മുടെ ഇഫ് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന കണ്ടീഷൻ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ വി നീഡ് റിലേഷണൽ ഓപ്പറേറ്റർ. അപ്പൊ ഞാൻ ഇത് ട്രൂ ആണെങ്കിൽ എന്നാ എഴുതണം? ഇവിടെ എന്നാ എഴുതണ്ടെന്നേ? The condition is true. അല്ല, എന്നെ എഴുതുന്നെന്ന് ചോദിച്ചാ എന്നാ എന്താ എഴുതുന്നേ? ഇൻ പ്രിന്റ് ദ നമ്പർ അല്ലേ? അതായത് എനിക്ക് ഇങ്ങനെ എഴുതാം, കൊട്ടേഷനിൽ നമ്പർ ഡിസ്പ്ലേ ചെയ്ത് വരണമല്ലോ. ഇൻഡിജർ അല്ലേ, നമ്മിനെ എന്തായിട്ടാ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഇൻഡിജർ ആയിട്ടാ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, കോമ. എനിക്ക് എന്നിട്ട് എന്നാ എഴുതണം? ഈസ് എന്ത്? The number is even number. ഇങ്ങനെ എഴുതാം, ഈസ് ഓഡ് അല്ല, ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ. ഇങ്ങനെ എഴുതി. കോമ പെർസെന്റേജ് ഡി നം തെളിഞ്ഞു വരണ്ടേ? നം ഇങ്ങനെയാണ് എഴുതുന്നത്. കണ്ടോ, അപ്പൊ നമ്മിനകത്ത് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന വാല്യൂ 6 ആണെങ്കിൽ 6 മോഡുലസ് 2 ഈക്വൽ ടു 0 ട്രൂ. കാരണം 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എന്ത് വരും? 6 ഈസ് ഈവൻ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, നോക്കാം. എന്റർ ദ നമ്പർ. ഞാനൊരു 6 കൊടുത്തു. കണ്ടോ, 6 ഈസ് ഈവൻ എന്ന് വന്നു. കണ്ടോ, പക്ഷെ ഞാനിത് റൺ ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഞാൻ 7 കൊടുക്കുക, ഒന്നും വരത്തില്ല. കാര്യം എന്താ? നമ്മള് 7 കൊടുത്താൽ എന്നാ 7 കൊടുത്താലാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് ആ പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ കഥ അടച്ചു കഴിഞ്ഞിരിക്കുവാണെങ്കിൽ എനിക്ക് വെളിയിൽ നിൽക്കുവാണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ എന്നാ ചെയ്യും? എൽസ് എഴുതി കൊടുത്താൽ മതി. വേറെ കണ്ടീഷൻ, എൽസിന്റെ കൂടെ നമ്മൾ എന്ത് എഴുതത്തില്ല? കണ്ടീഷൻ എഴുതത്തില്ല. എന്നിട്ട് ഞാൻ എന്നാ എഴുതും? പ്രിന്റ് ഓഫ് പെർസെന്റേജ് ടി ഈസ് ഓഡ് എന്നൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് എന്ത് ചെയ്യാം? മെസ്സേജ് വരും. ഇത്രേ ഉള്ളൂ, ഓഡ്. റൺ. ഇനി ഞാൻ എന്തോ കൊടുത്തു? 7 കൊടുത്തു. അപ്പൊ എന്ത് വന്നു? ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയി, 9th സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി, അത് സ്കിപ്പ് ചെയ്തു. 10 11 12 സ്കിപ്പ് ചെയ്ത് 13 കയറി 14 15 16 ആ ബ്ലോക്ക് എടുക്കും. ഇത്ര ഉള്ള ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം എന്നിട്ട് ഓക്കെ ഇനി വന്നിട്ട് അഭിലാഷേ
നമുക്ക് ഒരു നമ്പർ പോസിറ്റീവ് ആണോ, ഇത് ഒരു പ്രോഗ്രാം കഴിഞ്ഞു, ഒരു നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്ന് എഴുതാം. ഓക്കെ. ഈ സാധനം ഒന്ന് എഡിറ്റ് ചെയ്യാലോ. നമ്പർ വേണം, എൻ്റർ നമ്പർ റീഡ് ചെയ്തു. ഇനിയുള്ള പറ. ഓക്കെ. ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പോസിറ്റീവ് എന്ന് ഡിസ്പ്ലേ. ഈ മൈനസ് ഇൻഡിജേഴ്സും പോസിറ്റീവ് അങ്ങനല്ലേ ഉദ്ദേശിച്ചത്? അതെ, അല്ല, നമ്പർ ഗ്രേറ്റർ ദാൻ 0. 0യിലെക്കാട്ടി വലിയ നമ്പർ ആണ് പോസിറ്റീവ് കയറും. ഇനി 0യെക്കാട്ടി ചെറുതാണെങ്കിലോ എന്ന് കണ്ടീഷൻ എഴുതണം. ഓക്കെ. എന്നിട്ട് താഴെ ആംപർസാൻഡ് നമ്പർ ഈസ് പോസിറ്റീവ്. അത് കഴിഞ്ഞിട്ട് എൽസ് ഇഫ് കൊടുത്തിട്ട് എൽസ് ഇഫ്. കാര്യം മൾട്ടിപ്പിൾ കണ്ടീഷൻ നമുക്ക് എഴുതാനുള്ളതുകൊണ്ട് നം ലെസ് ദാൻ 0 ആണെങ്കിൽ എനിക്ക് എന്തെഴുതാം? അത് നെഗറ്റീവ് ആണെന്ന് പറയാം. ഓക്കെ. ഇനി 0 ഒന്നുകൂടെ വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൽസിന്റെ അകത്ത് ജസ്റ്റ് പ്രിന്റ് നമ്പർ ഈസ് 0. പ്രിന്റ് ഓഫ് സെയിം സാധനം തന്നെ എങ്ങോട്ട് എഴുതുന്നു? 0. ഇത്രേ ഉള്ളു സംഭവം. അപ്പൊ എല്ലാരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഈസി. ഈ 0 സെമിക്കോളൻ ഇട്ടു. അല്ല, എൽസിനൊന്നും സെമിക്കോളൻ എടുത്തില്ല, സ്റ്റേറ്റ്മെന്റ് മാത്രമേ എടുത്തോളൂ. അപ്പൊ ഞാൻ 5 കൊടുത്തു. അപ്പൊ എന്തോന്നു? 5 പോസിറ്റീവ് ആണെന്നു. എഗെയിൻ നമ്പർ ഞാൻ എന്ത് കൊടുത്തു? -9 കൊടുത്തു. നമ്പർ എന്തായി? നെഗറ്റീവായി. കാര്യം ആദ്യത്തെ ഇഫ് കയറിയില്ല, രണ്ടാമത്തെ കണ്ടീഷനിൽ കയറി എടുത്തു. ഇനി ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ആദ്യത്തെ കണ്ടീഷനിൽ കയറുന്നില്ല, രണ്ടാമത്തെ കണ്ടീഷനിൽ കയറത്തില്ല, വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ദ എൽസ് പാർട്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, വെരി ഈസി പ്രോബ്ലം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യ, to check whether the biggest of two numbers, I have to find out biggest of two numbers. എങ്ങനെ എഴുതും? ശരിയല്ലേ? പോയോ? ഇല്ല മിസ് ഉണ്ട്. പറഞ്ഞോ, ഇവിടെ ചെയ്യാൻ പോ. ബിഗസ്റ്റ് ഓഫ് ടു. രണ്ട് നമ്പർ റീഡ് ചെയ്യണ്ടേ? അപ്പൊ 2 നമ്പർ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇന്റ് നമ്മും നം 2ഉം, നം 1ഉം നം 2ഉം. എന്റർ ദ നമ്പേഴ്സ്. ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കുക ഇതുപോലെ. എന്റർ ദ നമ്പേഴ്സ്. പെർസെന്റേജ് ഡി കോമ ആംബ്രസൻഡ് നം 1 കോമ ആംബ്രസൻഡ് നം 2. ഞാൻ നമ്പർ റീഡ് ചെയ്തു. ഇനി ഞാൻ എന്നാ ചെക്ക് ചെയ്യണ്ടേ? നമ്പർ ഗ്രേറ്റർ ദാൻ നം 1 ഗ്രേറ്റർ ദാൻ നം 2 ആണെങ്കിൽ എനിക്ക് എന്നാ പറയാം? പ്രിന്റ് ഓഫ് നം 1 ഈസ് ബിഗർ. ബിഗ്. ഗ്രേറ്റസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണല്ലോ നം 1. ഓക്കെ. ഇനി എനിക്ക് എന്താണ്? കണ്ടീഷൻ മതി, ഇത് വേണ്ട. അല്ലെന്നുണ്ടെ എന്നാണ്? എൽസ് നം 2 ഈസ് ബിഗർ. ഇതാണ്ട് സെമിക്കോളൻ ആണ്ട് പോയല്ലേ. എന്റർ ദ നമ്പേഴ്സ്. എക്സ്പെക്റ്റഡ് ഈക്വൽ ഗ്രേറ്റർ ദാൻ എന്റർ ദ നമ്പേഴ്സ്. ഞാൻ എന്ത് കൊടുത്തു? 4ഉം കൊടുത്തു, 5ഉം കൊടുത്തു. 5 ഈസ് ബിഗ്. കണ്ടോ? ഈസി. ഓക്കെ. അപ്പൊ റിലേഷണൽ ഓപ്പറേറ്ററും പഠിച്ചു, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതുന്നത് അതെല്ലാം പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി ഞാൻ എഴുതാണ് ഫൈൻഡ് ഔട്ട് ദ ബിഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പൊ എന്ത് വേണം? ഒരെണ്ണം കൂടെ വേണം. ഇന്റ് നം 3. ഓക്കെ, 3 നമ്പർ കൊടുത്തു. അപ്പൊ എനിക്ക് 1% കൂടി ഫ്ലോട്ട് എഴുതാം കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. കോമ 3 നമ്പർ റെഡി ചെയ്യും. ബിഗസ്റ്റ് ഓഫ് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഓക്കെ, ഇതെങ്ങനെ എഴുതുന്നത്?
സുബി ഇല്ലേ, സുബിമോൾ പോയോ? സുബിമോൾ സുബിമോൾ പോയി. രോഹിത് ഉണ്ടായിരുന്നോ ഇന്നലെ? രോഹിത് എന്തെന്നില്ല. ആരെങ്കിലും ഒക്കെ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറാട്ടോ ക്ലാസ്. ജിൻസ് വന്നായിരുന്നോ ഇന്നലെ? ഇന്നലെ ഇല്ലായിരുന്നോ? കുറച്ചുമ്പോ കയറിയതുള്ളൂ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോ ബിഗസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പൊ നമുക്ക് ഉള്ളവരെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹരിശങ്കർ. മിസ് എൽസീഫ്. ഇത് വേണം. ഇത്ര ശരിയാ. ഈഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഒരു എൽസീഫ് കൊടുക്കണ്ടേ? കാരണം ഇതിനകത്ത് 3 ചെക്ക് ചെയ്യുന്നില്ലേ? അതെ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പെൻസിലുണ്ട്, എന്റെ കയ്യിൽ ചെറിയൊരു ഇറേസർ ഉണ്ട്, പിന്നെ ആണെങ്കിൽ എന്റെ കയ്യിൽ ഒരു 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 ചെറിയൊരു ബോക്സ് ഇരിപ്പുണ്ട്. പെൻസിലാണ് വലുത് ശരിക്കും പറഞ്ഞാൽ. ബോക്സ് ആണ് പെൻസിലിന്റെ ടോളർ വൺ പെൻസിലാണ്, ബോക്സ് ആണ് അടുത്ത ചെറുത്, പിന്നെ ഇറേസർ ആണ് അടുത്ത ഏറ്റവും കുഞ്ഞത് ഇറേസറാണ് പ്രത്യക്ഷത്തിൽ. പക്ഷെ ഇത് എനിക്ക് അറിയത്തില്ല, ഞാൻ എല്ലാം ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ഓർഡർ വേണമെങ്കിലും ഇരുന്നോട്ടെ, ഞാനിപ്പോ ഇങ്ങനെ പറയണം. ആദ്യം ഞാനൊരു സാധനം എടുക്കും, പെൻസിൽ എടുക്കും. ഈ പെൻസിൽ വലുതാണോ എന്ന് അറിയാൻ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പെൻസിൽ ഇസ് കമ്പയർഡ് വിത്ത് ബോക്സ് ഫസ്റ്റ്. ഇഫ് ദാറ്റ് ഈസ് ട്രൂ, ഞാൻ എന്ത് ചെയ്യും? അത് ട്രൂ ആണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യും? പെൻസിൽ മൂന്നാമതിരിക്കുന്ന ഇറേസറുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്പർ ആണ് എന്റെ പെൻസിൽ. സോ ഇഫ് നമ്പർ ഗ്രേറ്റർ ദാൻ num2, ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ? ഇതിനകത്ത് അടുത്ത് എഴുതും എന്ത്? ഇഫ് നമ്പർ അത് വലുതാണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ ഞാൻ എന്നാ ചെയ്യും? num3യുമായിട്ട് നോക്കും. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ ഐ ക്യാൻ സേ എന്ത് പറയും ഞാൻ? പ്രിന്റ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എഴുതുക കേട്ടോ. നമ്പർ ഈസ് ബിഗർ അങ്ങോട്ട് എഴുതുക, ലാർജർ വൺ. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണ്. പെൻസിൽ ഞാൻ ബോക്സുമായിട്ട് ചെക്ക് ചെയ്തു, ട്രൂ ആയിരുന്നു, വലുതാണെന്ന് ആയിരുന്നു. അപ്പൊ ഞാൻ പെൻസിൽ മൂന്നാമതിരിക്കുന്ന ആളുമായിട്ട്, അങ്ങനെയല്ലേ 3 വലിയ ആൾക്കാരെ എങ്ങനെ തിരിച്ചറിയുന്നത്? അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇതിനകത്തേക്ക് കയറും. അപ്പൊ ഇത് ട്രൂ ആണെന്ന് വെച്ചെങ്കിൽ ഇത് മൂന്നാമത്തെ ആളുമായിട്ട് വലുതാണെങ്കിൽ ഐ ക്യാൻ സേ ദിസ് വൺ ഈസ് ബിഗർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ ഇത് ശരിയായിരുന്നു. ഓക്കെ, അപ്പൊ പെൻസിൽ ബോക്സിനെക്കാട്ടി വലുതായിരുന്നു. ഇപ്പൊ സപ്പോസ് ബോക്സ് അല്ല ഇരുന്നു എന്ന് വെച്ചോ, ഇറേസർ ആയിരുന്നു ഇരുന്നെന്ന് വെച്ചോ, ബോക്സ് പിന്നീടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് പെൻസിൽ ഇറേസറുമായിട്ട് ചെക്ക് ചെയ്തു, ശരിയാ. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? അല്ലല്ല, അങ്ങനെയല്ല, തിരിച്ചു വെക്കുക. അതായത് ഫസ്റ്റ് ഞാൻ ഇറേസർ പെൻസിൽ, അതിൽ പെൻസിലാണല്ലോ ഏറ്റവും വലുത്. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോട്ടെ, വാട്ടെവർ, നമ്പർ വെച്ച് തന്നെ പറയാം. ഇപ്പൊ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറുമായിട്ട് കമ്പയർ ചെയ്തു, ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ അത് രണ്ടും വലുതാണെങ്കിൽ, ഇപ്പൊ 5 ഗ്രേറ്റർ ദാൻ 2, 5 ഗ്രേറ്റർ ദാൻ 1, ആ ഒരു കേസ് അങ്ങനെയാണെങ്കിൽ 5 ആണല്ലോ ബിഗർ. ഇപ്പോ ശരിക്കും മൂന്നാമതിരുന്ന ആള് 5 ഗ്രേറ്റർ ദാൻ 2 ശരിയാണ്. ഓക്കെ, 5 മൂന്നാമതിരിക്കുന്ന ആള് 6 ആയിരുന്നു എന്ന് വെച്ചോ. അപ്പൊ അത് ഇതിന്റെ എൽസിൽ എന്ത് വരും? അതായത് num1 ഗ്രേറ്റർ ദാൻ num2, പക്ഷെ num1 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ num3. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്കൊരു എൽസ് എഴുതാമല്ലോ. എൽസിൽ ഞാൻ എന്തെഴുതും? പ്രിന്റ് ഓഫ് എന്തോന്ന് എഴുതും? num2 ആണല്ലോ ബിഗർ. മനസ്സിലായോ? num2 ഈസ് ബിഗ്. അതായത് സെക്കൻഡ് കേസ് വർക്ക്ഔട്ട് ആയില്ല. 5 ഗ്രേറ്റർ ദാൻ 2, ദാറ്റ് വാസ് ട്രൂ. സോ ഞാൻ അകത്തോട്ട് കയറി. 5 ഗ്രേറ്റർ ദാൻ 6 അല്ല. അപ്പൊ എൽസിൽ എന്തെഴുതും? 6 ഈസ് ബിഗർ. അപ്പൊ ആ കേസിൽ അങ്ങനെ പോകും. മനസ്സിലായോ? ഇനി തിരിച്ചു വരുക. 11th സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. num1 ഗ്രേറ്റർ ദാൻ num2 ആണെങ്കിലല്ലേ ഈ 13ാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ട് കയറി പോകുന്നുള്ളൂ. ഇത് ഫോൾസ് ആയിരുന്നു എന്ന് വെച്ചോ. num1 ഗ്രേറ്റർ ദാൻ num2 അല്ല. അന്ന് പറഞ്ഞ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? num2 ആണ് num1നെക്കാട്ടി ഗ്രേറ്റർ. അതായത് ഇതിന്റെ എൽസ്, ഈ ഇഫിന്റെ എൽസ് ഇത്. ഓക്കെ, അതായത് num1 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ num2. അതാണ്. ഇപ്പൊ കണ്ടീഷൻ പ്രത്യേകം എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. num2 ആണ് num1നെക്കാട്ടിൽ ഗ്രേറ്റർ എങ്കിൽ എനിക്ക് ഒരു സാധനം കൂടെ എഴുതി കൊടുക്കാം. ഇഫ് num2 ആണ് വലുതെന്ന് ഞാൻ വിചാരിക്കുവാണെങ്കിൽ num2 num3യുമായിട്ട് കമ്പയർ ചെയ്യണമല്ലോ. ഇടയ്ക്കിരിക്കുന്ന ആളെ മൂന്നാമതിരിക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ വാട്ട്?
printf what num2 is big. ഓക്കെ, അതിന്റെ എൽസ് എന്തായിരിക്കും? അപ്പൊ എനിക്ക് അതിന്റെ എൽസ് മാത്രം എഴുതിയാൽ മതി. അതിന്റെ എൽസ് എന്താണ്? അതായത് num1 is not greater than num2. അപ്പൊ അത് എൽസി കയറി 24th ലൈനിൽ വന്നു. അപ്പൊ num2 num3-നെക്കാട്ടിലും വലുതാണോ നോക്കൂ. ആണെങ്കിൽ num2 ആണല്ലോ ബിഗർ, അല്ലെങ്കിൽ എന്താകും? num3 ആയിരിക്കും ബിഗർ. printf num3 is bigger. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ കയ്യിൽ 3 നമ്പർ ഉണ്ട്. num1 is compared with num2 and num3. അതാണ് ആദ്യം ചെയ്തത്. num1 num2-നെക്കാട്ടി വലുതാണെങ്കിൽ മാത്രം num1 എന്ത് ചെയ്തു? num3-യിലേക്ക് കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പൊ num1 num3-യിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇതിൽ പോകും. എന്ത്? സോറി, ഇവിടെ num3 ആണ് കേട്ടോ. ഇതിന്റെ ഫോൾസ് അല്ലേ? num1 is compared with num3. So number 1 is compared with num3. അങ്ങനെ ഇത് ട്രൂ ആണെങ്കിൽ num1 is the biggest one, otherwise num3 is the biggest one. ഓക്കെ, അതാണ് ഇതിന്റെ എൽസ്. ഇതിന്റെ റോങ് കണ്ടീഷൻ ആണ് ഇവിടെ എഴുതുന്നത്. ഇനി ഇതിന്റെ റോങ് കണ്ടീഷൻ എന്താണ്? number 2 is bigger than number 1. So number 2 will be compared with number 3. Number 2 is compared with number 3. If it is true, I can say number 2 is bigger. Otherwise, I can say number 3 is bigger. ഇത് എന്തിനാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, this is called a nested if statements. If there is an if statement inside another if statement, that is called a nested if. You can see if is there, 13th statement is if. If we have an if inside an outer if, അതിനാണ് എന്ത് പറയുന്നത്? nested if. Okay, so this is actually finding the largest of 3 numbers. You can try finding the smallest of 3 numbers in the reverse manner. Okay, using nested if statements. Okay, അപ്പൊ ഇതാണ് finding the largest of 3 numbers അല്ലെങ്കിൽ finding the smallest of 3 numbers without logical operators. അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റർ ഞാൻ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ച് ഈ സാധനം സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ റൺ ചെയ്തില്ലല്ലോ, റൺ ചെയ്യട്ടെ. എൻ്റർ ദ നമ്പേഴ്സ് 20, 10, 8. num1 is big, 20 is bigger. കണ്ടോ? ഓട്ടോമാറ്റിക്കലി അതെടുത്തു. ഒന്നുകൂടെ കൊടുക്കാം. 10, 2, 16. num3 is big because 10 is compared with 2. If it is true, അകത്ത് കയറി 10 greater than 16 ആണോ നോക്കാം. അല്ലാത്തപ്പം എന്ത് ചെയ്തു? ഈ കണ്ടീഷനിലേക്ക് പോയി. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം വർക്ക്ഔട്ട് ആവുന്നത്. ഇത് വിത്തൗട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റർ എന്നാന്ന് നോക്കാം. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റർ എന്നാന്ന് ചോദിച്ചാൽ int main എന്ന് കൊടുത്താൽ it is will return an integer. It is expected. It is returning an integer value to the OS. അപ്പൊ int എഴുതി കഴിഞ്ഞാൽ എപ്പോഴും എന്ത് കൊടുക്കണം? return 0 താഴെ കൊടുത്തിരിക്കണം. void main കൊടുത്താൽ return 0 ആവശ്യമില്ല. int main കൊടുത്താൽ return 0 എഴുതി കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. if ഞാൻ എന്നെ എഴുതാൻ പോന്നെ num1, ഇത് ഭയങ്കര ഈസിയാണ്. num1 greater than num2. ഓക്കെ, എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇതാണ് ലോജിക്കൽ ആൻഡ് ഇത് ശരിയാണ്. ഫസ്റ്റ് കണ്ടീഷൻ നോക്കും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ? num1 ഒരുമിച്ച് അങ്ങ് എഴുതിയ നെക്സ്റ്റ് ഇഫ് മാറ്റി ആ ഉള്ളിൽ കിടന്ന സാധനം ഞാൻ എന്ത് ചെയ്തു? num3. കണ്ടോ? ഇങ്ങനെ എഴുതി. അപ്പൊ ഇത് ഞാൻ ഒറ്റ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒറ്റ കണ്ടീഷനാണ്. ഇഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ഏതൊക്കെയാ? മോർ ദാൻ 1 കണ്ടീഷൻസ് ഉണ്ട്. മോർ ദാൻ 1 കണ്ടീഷൻസിന് നമ്മൾ ഇഫ് എൽസിഫ് ലാഡർ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇത് ഞാൻ 2 കണ്ടീഷൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തു. നമ്പർ 1 നമ്പർ 2-നെക്കാട്ടി വലുതാണോ? ആണെങ്കിൽ നമ്പർ 1 നമ്പർ 3-നെക്കാട്ടി വലുതാണോ? ഒരുമിച്ച് ക്ലബ് ചെയ്തു. അതിനാണ് ഈ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞിട്ടില്ല. അസൈൻമെന്റ് ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷൻ ഓപ്പറേറ്റർ പഠിച്ചു. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതാണെങ്കിൽ എനിക്ക് എന്നാ പറയാം? printf എന്ത്? num1 is big. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ലോജിക്കൽ ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവ് മോർ ദാൻ 1 കണ്ടീഷൻസ്, ഇനി എനിക്ക് കണക്ട് ചെയ്യാൻ വേണേ ആൻഡ് വെച്ച് എത്ര വേണേലും കണ്ടീഷൻസ് ചെയ്താൽ
So what they're going to do is, this is your first condition, condition 1. This is your second condition. So if the condition 1 is false, if condition false, it is not going to check your second conditions. Okay. That is, if all the conditions, if both the conditions are true only, it will take the statement. Otherwise, it will simply ignore. See, if the first condition is true, it will go and check for the second condition. Both the conditions, if there are more than conditions here, 2 conditions here, it will check all the other conditions. If any one of the conditions goes false, then it will skip the 12th line. So, all conditions, both should be true. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എഴുതാമല്ലോ, തീർന്നു. Else if ഞാൻ തിരിച്ചെഴുതുവാണ്, num2 greater than num3 and num2 greater than num1. അങ്ങനെ എങ്ങനെ വേണേലും എഴുതാം കേട്ടോ. അത് വേണേ ഇങ്ങനെ എഴുതാം. num2നെ മുന്നോട്ടെടുത്തു, അത് മറ്റ് 2 നമ്പറുമായിട്ട് കമ്പയർ ചെയ്തെങ്കിൽ I can say what? I can say print of num2 is ഓക്കെ. അപ്പൊ ഈ num1 num2 ആയിട്ട് കമ്പയർ ചെയ്തു, num3യുമായിട്ട് കമ്പയർ ചെയ്തു, അതായിരുന്നെങ്കിൽ അതെടുത്തേനെ. അല്ലെങ്കിൽ num2 കമ്പയർ ചെയ്തു. ഇനിയിപ്പോ ഈ 2 കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ എൽസ് എന്തോന്ന്, പ്രിന്റ് ഓഫ് num3 bit run. Enter the number 34, 12, 10. num1 is with. ഇതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ കേട്ടോ. ഓർ ആണെങ്കിൽ നിങ്ങൾ എന്നെ എഴുതിയതെന്നറിയാമോ, എയ്തർ ഓർ കണ്ടീഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാമോ. അത് നമ്മൾ ഈ സിമ്പിൾ അല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് ഈ സാധനമല്ല, ഒരു വര ഈ സാധനം ഓർ. ഈ ഓർ ആയിരുന്നു എന്ന് വെച്ചോ, ഓർ ആയിരുന്നെങ്കിൽ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ സെക്കൻഡ് കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇഫ് എയ്തർ ഓഫ് ദ കണ്ടീഷൻസ് ആർ ട്രൂ, ദാറ്റ് ഈസ് ലോജിക്കൽ ഓർ, ഇറ്റ് വിൽ ടേക്ക് ദ സ്റ്റേറ്റ്മെന്റ്. Okay, if the first condition is false, it will go and check to the second condition here. ഇത് false ആയിരുന്നെങ്കിൽ ഇത് നോക്കും, അത് false ആണെങ്കിൽ അടുത്ത് നോക്കും. 2 false ആണെങ്കിൽ എന്ത് ചെയ്യും, will skip that statement. മനസ്സിലായോ? അത്രേ ഉള്ളൂ, പറഞ്ഞതേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. Logical operators, logical and, logical or, logical not. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ആയിരുന്നേ. അതായത് അപ്പൊ ഞാൻ വേറൊന്നും എഴുതി കാണിക്കാം. ഇഫ് നമ്മ ഞാൻ വാല്യൂ കൊടുക്കുകയാണ്, ഇഫ് എങ്ങനെ അല്ല നോട്ട് എന്ന് പറയുമ്പോ ഞാനിപ്പോ ഇവിടെ ഡയറക്റ്റ് അഗൻസ്റ്റിലേക്ക് ചെയ്യാം. നമ്മ ഈക്വൽ ടു 0 ഞാൻ ഇവിടെ എഴുതുവാണ്. ഇഫ് നോട്ട് അല്ല, ഇഫ് not അല്ലെങ്കിൽ
ബൂലിയൻ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ബൂലിയൻ എഴുതേണ്ടി വരും. ഹാഷ് ഇൻക്ലൂഡ് പിന്നെ ഇട്ടേക്കാം. ലൈബ്രറി ഫയലിനെ കൊണ്ടുവരണം. നോട്ട് നം ആണെങ്കിൽ ഓക്കെ പ്രിന്റ് നോട്ട് നം എന്ന് പറയുമ്പോ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളുണ്ട് ഇവിടെ. ലോജിക്കൽ നോട്ട്. ആ കറക്റ്റ്, ശരിയാ. ഞാൻ ആദ്യം എഴുതിയ നോട്ട് എക്സാമ്പിൾ ഇഫ് നോട്ട് നം എന്ന് പറഞ്ഞാൽ ട്രൂ. ട്രൂ ആണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കട്ടെ. ആ അങ്ങനെ തന്നെ കൊടുക്കാം. ആ ട്രൂ. എൽസ് കൂടെ കൊടുത്തു നോക്കാം. പ്രിന്റ് ഓഫ് ഫോൾസ്. ഓക്കെ, ഇത് കണ്ടോ? ഇതാണ് ലോജിക്കൽ നോട്ട്. അതായത് ഞാൻ നമ്മിന് ഫോൾസ് എന്ന് കൊടുത്തു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇവിടെ 9th സ്റ്റേറ്റ്മെന്റ് വരുമ്പം ഇത് നമ്മ എന്ത് ചെയ്യും? നോട്ട് നം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കും. അതായത് ഇഫ് ട്രൂ എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കും. അത് ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ട്രൂന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? പിന്നെ എൽസ് പാർട്ട് എടുക്കത്തില്ല. എൽസ് പാർട്ട് എടുക്കുന്നില്ല. മനസ്സിലായോ? ഓക്കെ, പക്ഷെ ഇപ്പൊ കണ്ടോണേ, ഈ ഇഫ് എന്നിട്ട് എനിക്ക് എൽസ് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ എഴുതാം. ഇവിടെ ഇഫ് ഇപ്പൊ ഞാൻ ഇവിടെ സെയിം തിങ് തന്നെ നോട്ട് നം എന്ന് ഇവിടെ തന്നെ ഇവിടെ ഇത് ഇങ്ങനെ കൊടുത്തു. സിമ്പിൾ ഇഫ് കൊടുത്തു. ഈ ഇഫ് ഇവിടെ കൊടുത്തു, സിമ്പിൾ ഇഫ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ നമ്മ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ട്രൂ ആക്കി കൊടുത്തു. അതായത് ഓൾറെഡി എനിക്കിത് പ്രിന്റ് ചെയ്യും. കാര്യം നമ്മ ആദ്യമേ ഫോൾസ് ആയിരുന്നു. കണ്ടീഷൻ എഴുതും. ഇഫ് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? നോട്ട് നം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എടുക്കും. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അതിന്റെ അകത്തുനിന്ന് വെളിയിൽ ഇറങ്ങി. സിമ്പിൾ ഇഫ് ആദ്യത്തെ നമ്മുടെ അതർവൈസ് ഇല്ല. ഞാൻ എന്ത് ചെയ്തു? ട്രൂ ആക്കി കൊടുത്തു. ട്രൂ ആക്കി കൊടുത്തിട്ട് ഞാൻ അപ്പൊ പിന്നെയും വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇഫ് നോട്ട് നം എന്ന് പറഞ്ഞാൽ അതെന്താകും? ഫോൾസ് ആകും. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യുക. എന്താ ഫോൾസ് പ്രിന്റ് ചെയ്ത് കാണിക്കാത്തെ? കാണിക്കണമല്ലോ. ഞാൻ ട്രൂ കൊടുത്തു. എന്താ ഇതിലെടുക്കാത്ത?
സീറോയും 1 ഇട്ട് കൊടുത്തോട്ടെ. 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്, 1 കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണ്. അകത്ത് കൊടുത്ത തന്നെ വിശേഷം. ഇത് എടുക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത് എടുക്കാത്തത് ആർക്കെങ്കിലും ഇനി ഐഡിയ ഉള്ളതെന്ന് പറയാം. ഓക്കെ, ഇതാണ് ലോജിക്കൽ നോട്ട്. ഇതാ ഓക്കെ, ഒരെണ്ണം ഞാൻ കാണിച്ചു, മറ്റേ ഇത് തന്നെ വർക്ക് ചെയ്തത് നാളെ പറഞ്ഞുതരാം നോക്കിയിട്ട്. ഓക്കെ, അതത്രേ ഉള്ളൂ, വെറുതെ സമയം കളയണ്ട. അപ്പൊ ഇതാണ് എന്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, ലോജിക്കൽ ഓപ്പറേറ്റർ പഠിച്ചു, ലോജിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്, ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് പ്രോഗ്രാമും ചെയ്തു. അടുത്ത് വന്നിട്ട് നമുക്ക് ലൂപ്പ് പഠിക്കാം. അതായത് ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ടു ബി റിപ്പീറ്റഡ് വി നീഡ് വാട്ട് ലൂപ്പ്. ഓക്കെ, അപ്പൊ ലൂപ്പ് എങ്ങനെയാന്ന് ചോദിച്ചാ, അപ്പൊ ഇത് എഴുതാതിരിക്കരുത്. എക്സാമ്പിൾ ഇവിടെ ഇത് ഒരെണ്ണം എഴുതാം. നിങ്ങളുടെ ഇത് എഴുതുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നം ഈക്വൽ ടു 0 ഫോൾസ് ആയിരുന്നു. ഇഫ് നോട്ട് നം ആണെങ്കിൽ, ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ആൻഡ് ടേക്ക്. അതേ വന്നു. കമ്പൈലറിന്റെ എന്തോ ഒരു പ്രശ്നമായിരുന്നു, ട്രൂ ഫോൾസ് രണ്ടും വന്നു. ഓക്കെ, അതായത് നം 0 ആയിരുന്നു. ഇഫ് നോട്ട് നം മീൻസ് എന്താണ്, 1 ആയി. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പ്രിന്റ് ട്രൂ. അതിനുശേഷം എന്ത് ചെയ്തു, ഇഫ് നോട്ട് നം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഫോൾസ് ആക്കി. ഇനി ഇടയ്ക്ക് ഒരു സാധനം കയറ്റി നോക്കട്ടെ, നം ഈക്വൽ ടു 1 എന്നാക്കി. ഇനി വർക്ക് ചെയ്യോ? ഓക്കെ, നാളെ പറഞ്ഞേനെ. ഓക്കെ, എന്നാ കാര്യം നാളെ നോക്കിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് എന്നാന്ന് വെച്ചാ, ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന സാധനം ഒരു 10 പ്രാവശ്യം എനിക്ക് പ്രിന്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ ഹലോ വേൾഡ് 10 പ്രാവശ്യം പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നോർമലി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ? എന്തുവായിരുന്നു അരുൺ എന്നാ ചെയ്യാൻ പറ്റുന്നത്? ഹലോ വേൾഡ് 10 ടൈംസ് പ്രിന്റ് ചെയ്യണം. എന്നാ ചെയ്യണം? അരുൺ പ്രസാദ് അവിടെ ഉണ്ടോ? ഹലോ, നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? എന്നേലും ഒക്കെ ഒന്ന് മിണ്ടിക്ക്. അരുൺ ഓണാക്കി വെച്ചിട്ട് പോയേക്കുവാണോ എവിടെയെങ്കിലും? ഞാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നന്ദു ഇന്നത്തെ ക്ലാസ് കേട്ടല്ലോ, പ്രിന്റ് എഫ് ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. നന്ദു ഒരു 10 പ്രാവശ്യം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം. എന്നാ ചെയ്യും? മാനുവലി പ്രിന്റ് എഫ് എഴുതാം, അല്ലെങ്കിൽ ലൂപ്പ് യൂസ് ചെയ്യും. മാനുവലി പ്രിന്റ് എഫ് 10 തവണ എഴുതാം, അല്ലെങ്കിൽ ലൂപ്പ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ 10 പ്രാവശ്യം ഹലോ വേൾഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് യൂഷ്വലി എഴുതുന്നത്. അല്ല, യൂഷ്വലി നോർമലി നമുക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഹലോ വേൾഡ് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം എഴുതുന്ന ഓക്കെ, പക്ഷെ 100 പ്രാവശ്യം എഴുതുന്നത് വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിന് പകരം ഒറ്റ ലൈനായിട്ട് എഴുതി കൊടുക്കാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂപ്സ്. ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു റിപ്പീറ്റ് സംതിങ് ഓവർ ആൻഡ് ഓവർ യു നീഡ് ലൂപ്സ്. ഓക്കെ, അപ്പൊ എനിക്കൊരു 10 സ്റ്റെപ്പ് നടക്കണം. ഒരു 10 സ്റ്റെപ്പ് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങണം. എവിടുന്ന് തുടങ്ങണം? ആദ്യത്തെ സ്റ്റെപ്പിൽ തുടങ്ങണം. സോ ഫോർ റൈറ്റിംഗ് ലൂപ്സ് യു ഹാവ് 3 സ്റ്റെപ്സ്. ദാറ്റ് ഈസ് ആക്ച്വലി initialization, okay, initialization, then termination condition. എപ്പം നിർത്തണം? 10ാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ നിർത്തണം. 10ാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ നിർത്തുന്നിടം വരെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ സ്റ്റാർട്ടിംഗ് വേരിയബിൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, കൗണ്ടർ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. എവിടുന്ന് തുടങ്ങണം? കൗണ്ട് ചെയ്യുന്ന വേരിയബിൾ. സപ്പോസ് ഐ ആണെന്നിരിക്കട്ടെ, ഐ 0 തുടങ്ങി. ഐ 10 ആയോ? 10 ആകുന്നിടം വരെ എന്ത് ചെയ്യണം? ഐ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഐ ഈക്വൽസ് ഐ പ്ലസ് 1 ഈക്വൽ ടു ഐ പ്ലസ് 1 അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഈ സെയിം 3 സ്റ്റെപ്സ് വെച്ചിട്ട് ഞാൻ ലൂപ്പ് എഴുതുവാണ്. ഫസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് പഠിക്കാം. ഫോർ, ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഐ 0 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു. ഡിക്ലറേഷനും അതിനകത്ത് തന്നെ കൊടുത്തു. ഐ എവിടം വരെയാണ്? 10 ആകുന്നിടം വരെ. അതായത് ഐ ഈക്വൽ ടു 1 ആകുന്ന, ഐ ഈക്വൽ ടു 1 ആകണം. എന്നാലേ അടുത്ത ഐ ഇൻക്രിമെന്റ് അപ്ഡേറ്റ് ചെയ്യണം. കണ്ടോ? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽസ് ഐ പ്ലസ് 1. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയും. ലോജിക്കൽ ഓപ്പറേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഐ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഐ ഈക്വൽ ടു ഐ മൈനസ് 1 ആണ് അർത്ഥം. ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. കണ്ടോ? അപ്പൊ ഐ ഈക്വൽ ടു 0, 0 ലെസ് ദാൻ 10 ട്രൂ. ട്രൂ ആണെങ്കിൽ ഐ നീഡ് ടു പ്രിന്റ് ഓഫ് വാട്ട്? ഹലോ വേൾഡ്. ഓക്കെ, എന്നിട്ട് എന്ത് ഇത് എങ്ങനെ എടുക്കുന്ന വെച്ചാൽ 1 2 3 4 പിന്നെ 5 6 7 8 9 10 ഈ ഓർഡറിലാണ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ 0 ലെസ് ദാൻ 10, ടെർമിനേഷൻ കണ്ടീഷൻ നിർത്താറായോ എന്ന് ചോദിക്കും. 0 ലെസ് ദാൻ 10 ട്രൂ. അപ്പൊ എന്ത് ചെയ്യണം? അകത്തോട്ട് കയറി ഹലോ ഒന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഐ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 1 ആകും. പിന്നെ ഇനിഷ്യലൈസേഷനിലേക്ക് പോകത്തില്ല. 1 ലെസ് ദാൻ 10 ട്രൂ, ഹലോ ഫോർ 1. ഐ ബിക്കംസ് 2. 2 ലെസ് ദാൻ 10, ഹലോ ഫോർ 2. 3 ലെസ് ദാൻ 10, പ്രിന്റ് ഹലോ. 4 ലെസ് ദാൻ 10, പ്രിന്റ് ഹലോ. 5 6 7 8 9 ലെസ് ദാൻ 10, പ്രിന്റ് ഹലോ. 10 ഐ ഇൻക്രിമെന്റ് ചെയ്യും. 10 ലെസ് ദാൻ 10 അല്ല, 10 എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അങ്ങനെ അതും പ്രിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ഈക്വൽ ടു 10 കൊടുക്കണം. അപ്പൊ 10 ഇതും വരും. ഓക്കെ, അപ്പൊ ഇതാണ്. കണ്ടോ? എത്ര പ്രാവശ്യം വന്നു എന്നുള്ളത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? പെർസെന്റേജ് ഡി ഐ 0th പൊസിഷൻ ഹലോ, 0 പൊസിഷൻ 0th ടൈം ഹലോ 1, ഹലോ 2, ഹലോ 3, ഹലോ 4 5 6 7 8 9 ഈക്വൽ ടു ഇല്ലെങ്കിൽ it will stop at 9 because 9 less than 10. Equal to ഉണ്ടെങ്കിൽ it will take that, it will take that 10 also. ഇതാണ് എന്ത്? ലൂപ്പിംഗ്. ഓക്കെ, ഇനി അടുത്തത് ഈ ലൂപ്പ് തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ 10 നമ്പർ വരെ എങ്ങനെ ചെയ്യാം എന്നുള്ളത്? അപ്പൊ വേറൊരെണ്ണം കാണിച്ചു തരാം. ഐ ഈക്വൽ ടു 10, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഹലോ വേണ്ടേ? 10 തൊട്ട് 100 വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഐ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു സ്റ്റാർട്ട് കൊടുക്കും. സ്റ്റാർട്ട്. ഇവിടെ ഞാൻ ഇന്റ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു. ഐ ലെസ് ദാൻ ഈക്വൽ ടു 1. ഇത് ഞാൻ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് എന്ന് കൊടുക്കാം. എന്നിട്ട്
സ്റ്റോപ്പിനെയും ഡിക്ലെയർ ചെയ്യും. ഓക്കെ, സോ ടു ഡിസ്പ്ലേ even numbers in between the range, any range, printf എന്ത് കൊടുത്തു, enter the start and stop മെസ്സേജ് വരും. അതിനുശേഷം scanf എന്ത് കൊടുക്കും, scanf %d ampersand stop. Okay, int I equal to start less than or equal to stop. ഞാൻ എന്ത് ചെയ്യണം, ഈവൻ നമ്പർ മാത്രം പ്രിന്റ് ചെയ്യണം. ഇതിപ്പോ എല്ലാം ചെയ്യും. സ്റ്റാർട്ട് ഏതാന്ന് ചോദിക്കും, എൻ്റർ ദ സ്റ്റാർട്ട് ഞാൻ കൊടുത്തു 50, എൻ്റർ ദ സ്റ്റോപ്പ് ഞാൻ കൊടുത്തു 100. ഇപ്പൊ 50 തൊട്ട് 100 വരെ ഡിസ്പ്ലേ, 100 വരെ ഡിസ്പ്ലേ. എനിക്ക് എന്ത് വേണം, ഇതുപോലെ കൊടുക്കണം, പക്ഷേ എനിക്ക് എന്ത് വേണം, ഈവൻ നമ്പർ മാത്രം ഡിസ്പ്ലേ ചെയ്യണം. എന്ത് കൊടുത്താലും ഈവൻ നമ്പർ മാത്രം ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പൊ ഞാൻ 51 കൊടുത്തു. ഇപ്പൊ 51 തൊട്ടുള്ള ഈവൻ നമ്പേഴ്സ്, അതായത് 52, 54 അങ്ങനെ ഈവൻ നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനിപ്പോ ഹരിശങ്കർ എന്നാ ചെയ്യണ്ടേ? ഹരിശങ്കർ ഇവിടെ എന്ത് ചെയ്യണം പറ. ഈവൻ നമ്പർ മാത്രം ഇൻ ബിറ്റ്വീൻ എനി റേഞ്ച്, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയുന്നുണ്ടോ? ആ പറഞ്ഞു. അവിടെ ലൂപ്പിനകത്ത് പറഞ്ഞോ. കൺഫ്യൂസ്ഡ് ആണ്. എന്ത് നമ്മുടെ അനന്തു എന്തായിരുന്നു, ഇല്ല മുമ്പേ നന്ദു അല്ലേ മുമ്പേ സംസാരിച്ചേ? നന്ദു പറയാം, ഇവിടെ എന്നാ ചെയ്യണ്ടേ? if condition യൂസ് ചെയ്യണം. ഇഫ് കണ്ടീഷനിൽ എന്ത് എഴുതും? I modulus 2 equal to 0. ആണെങ്കിൽ print I print of ഇത്ര കൊടുക്കുമ്പോ, അതായത് ഞാൻ എന്ത് കൊടുത്തു, ഇത് റൺ ചെയ്യുമ്പോ ഞാൻ എന്നെ കൊടുത്തു ഒരു 31 ഓഡ് നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈക്വൽ ടു സ്റ്റാർട്ട് അല്ലേ, 31 വന്നു. 31 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റോപ്പും കൊടുക്കണം. ഞാനാണെ 100 കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 31 ആയി. ഇഫ് I modulus 2, 31 modulus 2 is not equivalent to 0. അപ്പൊ ഇത് എടുക്കത്തില്ല, അത് പ്രിന്റ് ചെയ്യത്തില്ല, 31 പ്രിന്റ് ചെയ്യത്തില്ല. ഇൻക്രിമെന്റ് ചെയ്ത് 32 ആകും. 32 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണല്ലോ, അപ്പൊ 32 പ്രിന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്ത് 33 ആകും. 33 മോഡുലസ് 2 നോട്ട് ഈക്വലന്റ് ടു 0, ഇതെടുക്കത്തില്ല. ഇൻക്രിമെന്റ് ചെയ്ത് 34 ആകും. 34 മോഡുലസ് 2 ഈക്വൽ ടു 0, 34 പ്രിന്റ് ചെയ്യും. ഈ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും. മനസ്സിലായോ? ടു പ്രിന്റ് all എന്താണ് ഈവൻ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ എനി റേഞ്ച് യൂസിങ് ഫോർ ലൂപ്പ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽ ലൂപ്പ്. ഓക്കെ, സോ ഫോർ ലൂപ്പ് ഈസ് ആക്ച്വലി, തിയറി പറയാണ്, ഫോർ ലൂപ്പ് ഈസ് ആക്ച്വലി an entry controlled loop. Before you, what is called entry controlled loop? Before you enter into the loop, it is going to check the termination condition. Initialization, after initialization step is over, termination condition will be checked. If the condition is true only, it will enter into the loop and will get updated until the condition becomes false. Okay, and it gets repeated until the condition becomes false. So for loop is an entry control loop. This same sadhanam thanne we'll write using while loop. While loop will same step varum, initialization, termination condition and updation. Okay, അപ്പൊ while loopനകത്ത് നമ്മൾ ഇനിഷ്യലൈസേഷൻ കൊടുക്കും. ഇവിടെ ഇപ്പൊ റൺ ടൈം ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ഒരു വാല്യൂ വരും. ഓക്കെ, റൺ ടൈം അല്ലെ, നിങ്ങൾ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കും, 10 എന്ന് കൊടുക്കും. ഞാൻ അത് കൊടുക്കുന്നില്ല, റീഡ് ചെയ്യുക.
സ്റ്റാർട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യും? വൈൽ ലൂപ്പ് ഇട്ടു. വൈൽ സ്റ്റെപ്പ് ഇതാണ്, വൈൽ കണ്ടീഷൻ. എന്താണ് എന്റെ കണ്ടീഷൻ? സ്റ്റാർട്ട് ലെസ് ദാൻ അല്ലെ ഈക്വൽ ടു സ്റ്റോപ്പ് ആകുന്നിടം വരെ ഞാൻ എന്നാ ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് പെർസെന്റേജ് ഡി കോമ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ വരും? എല്ലാം ഡിസ്പ്ലേ ആവും. അപ്പൊ ഇവിടെ ഫോർ ലൂപ്പ് വേണ്ടേ നമുക്കിപ്പോ? വൈൽ ലൂപ്പ് ആവട്ടെ. While loop is actually an entry control loop before you start the loop. അപ്പോൾ while എന്ന് പറയുമ്പോൾ ഇവിടെ തുടങ്ങുമ്പോഴേ it will check the termination condition. If the condition is true, it will take the statements and it will be repeated until the condition becomes false. So 13 will get repeated until the condition becomes false. അപ്പൊ ഇവിടെ ഇനിഷ്യലൈസേഷൻ ഉണ്ട്, ടെർമിനേഷൻ കണ്ടീഷൻ ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യണ്ടേ? അപ്ഡേറ്റ് എങ്ങനെ ചെയ്യുന്നത്? സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് പ്ലസ് 1 എന്ന് കൊടുക്കാം. ഇനി 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് പ്രിന്റ് ആയിട്ട് വരും. എന്റർ ആണോ? എന്റർ സ്റ്റാർട്ട് ആൻസർ 10 50. 10 11 12 13 14 കണ്ടോ? അണ്ടിൽ 50 വരെ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. ന്യൂ ലൈൻ കൊടുത്താൽ പുതിയ ലൈൻ വരും. 10 കണ്ടു. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റാർട്ട് പ്ലസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈവൻ നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. 10ഉം ഇതും കൊടുക്കുന്നത് കൊണ്ട് അല്ലെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് വരും. കണ്ടോ? 10 12 14 അങ്ങനെ വരും. പക്ഷെ നമുക്ക് എനി വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുമ്പ് ചെയ്ത മാതിരി തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഇഫ് സ്റ്റാർട്ട് മോഡുലസ് 2 ഈക്വൽസ് 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? 1 ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്താൽ അല്ല, അതായത് സ്റ്റാർട്ട് ഞാൻ 10 കൊടുക്കും, സ്റ്റോപ്പ് ചെയ്യാൻ 50 കൊടുക്കും. ഞാൻ എന്തൊക്കെയും 10 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ 10 പ്രിന്റ് ചെയ്യും. അടുത്ത സ്റ്റാർട്ട് 11 ആകും, മുകളിൽ കയറും. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. കറക്റ്റ്. 11 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ നോക്കും. അല്ലല്ലോ, അപ്പൊ അത് സ്കിപ്പ് ചെയ്യും. സ്റ്റാർട്ടിംഗ് ഇൻക്രിമെന്റ് 12 ആകും. 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റോപ്പ്. സോ 12 മോഡുലസ് 2 ഈക്വൽ ടു 0 ആണല്ലോ. സോ 12 പ്രിന്റ് ചെയ്യും. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ ഇത് എല്ലാം ഈവൻ നമ്പേഴ്സ് എല്ലാം പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ 11 തൊട്ട് കൊടുത്തു, 51 കൊടുത്തു. എന്തോന്നു? 11 എടുത്തില്ല, 12 എടുത്തു, 14 എടുത്തു, 16 എടുത്തു. കണ്ടോ? ഈസി. But while loop is actually an entry control loop. Before it enter into the loop, it is going to check the condition. If the condition is true only, it will get that statements and the statements will get repeated until the condition becomes false. ഇതാണ് while loop. Okay. ഇനി ഈ സെയിം സാധനം തന്നെ വേറൊരു സ്റ്റെപ്പിൽ എഴുതാം. ഡു വൈൽ ലൂപ്പ്. ഓക്കെ. So what is do while loop? Do while is actually an exit control loop. It is not an entry control loop. Why is it called exit control loop? Because the condition is checked only at the exit of the loop. Condition loop in ഇറങ്ങുമ്പോഴാണ് ഇത് കൊടുക്കുന്നത്. And if that condition is true, it will repeat with the loop and terminate when the condition becomes false. Okay. അതെങ്ങനെയാണെന്ന് ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. തിയറി എന്തായാലും ചോദിക്കും. ഡു വൈൽ ഡൂവിന്റെ പ്രത്യേകിച്ച് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എക്സിറ്റ് കൺട്രോളിലോ. അപ്പൊ വൈൽ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? ഇവിടെ വൈൽ കണ്ടീഷൻ. ഇതാണ് സെമി കോളൻ. ഇത്രയുണ്ട്. ഇങ്ങനെയാണ് ഡു വൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഡൂവിന്റെ ഇവിടെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എന്താണ്? ഡു ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെന്റ് അറ്റ്ലീസ്റ്റ് വൺസ്. നിർബന്ധമായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കയറും. എന്നിട്ട് വൈൽ വരും. കണ്ടീഷൻ നോക്കി, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് വിൽ റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ. സോ ഡു വൈലും എന്തുണ്ട്? ഇനിഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ ടെർമിനേഷൻ കണ്ടീഷൻ ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട്. നമുക്ക് ഡു വൈൽ ലൂപ്പിലും ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്നാ ചെയ്യുന്നത്? ഇപ്പൊ വൈലിന്റെ സിന്റാക്സ് ഞാൻ എടുത്ത് കളയുക, അതിന് പകരം ഞാൻ എന്നാ ചെയ്യുക? ഡു. കണ്ടോ? ഇത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. എന്തുവായിരുന്നു സ്റ്റേറ്റ്മെന്റ്? പ്രിന്റ് പെർസെന്റേജ് ഡി കോമ സ്റ്റാർട്ട്. ഓക്കെ, എന്നിട്ട് വൈൽ എഴുതുന്നുണ്ട്. സിന്റാക്സ് ശ്രദ്ധിച്ചോണം. വൈൽ യു റൈറ്റ് ദ കണ്ടീഷൻ ഹിയർ എന്ത്? സ്റ്റാർട്ട് സ്റ്റോപ്പ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? സെമി കോളൻ ഇടണം. മറ്റേ വയലിന് സെമി കോളൻ ഇടത്തില്ല, ഇവിടെ ഇടും. ഡു വയലിന് സെമി കോളൻ ഇടും. വൈൽ സ്റ്റാർട്ട് എന്തുവായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റോപ്പ്. അപ്പൊ വൈൽ ലൂപ്പ് അപ്പൊ ഓരോ പ്രാവശ്യവും ഇത് കഴിയുമ്പം എന്ത് ചെയ്യണം? നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കും. ഇപ്പൊ എന്തായി? സ്റ്റാർട്ട് ഞാൻ 10ൽ തുടങ്ങി, 10 ഒന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? 10നെ ഇൻക്രിമെന്റ് ചെയ്ത് 11 ആക്കും. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്റ്റോപ്പ് ആണെങ്കിൽ എഗെയിൻ ഈ റിപ്പീറ്റ് ചെയ്യും. 11 പ്രിന്റ് ചെയ്യും. സ്റ്റാർട്ട് 12 ആകും. 12 ലെസ് ദാൻ അതാണോ ആണെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഡു വൈൽ. ഇത് തന്നെ നിങ്ങൾക്ക് എന്താണ്? ഈവൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം ആക്കി സേവ് മാറ്റും. അപ്പോ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലൂപ്സ് ആണ് പഠിച്ചത്. ഇഫ് യു വാണ്ട് ടു റിപ്പീറ്റ് സംതിങ് ഓവർ ആൻഡ് ഓവർ, വി നീഡ് ലൂപ്സ്. വി ഹാവ് 3 types of loops in C: while loop, for loop, and do while loop. While loop and for loop are entry control loop. That means before it enters into the loop, it is taking the termination condition at the entrance. Before it enters into the loop, at the entrance itself, it is checking the termination condition. And if the condition is true only, it will get into that loop, and the loop will get repeated until the condition becomes false. Okay. അതേസമയം do while ആണെന്നുണ്ടെങ്കിൽ do at least once the body of the loop will get executed, and the condition will be checked at the last. And once the condition is true, it will follow or repeat the procedure, repeat the statements until the condition becomes false. ഇതാണ് തിയറി. ഇത്രയും സാധനങ്ങൾ എഴുതുക. പിന്നെ എക്സാമ്പിളോട് എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. Okay. So ഒരു പ്രോഗ്രാം നോക്കാം. ടു ഫൈൻഡ് ഔട്ട് എന്താണ്? to find out the sum of digits of a number. Sum of digits of a number. And sum of digits of a number. എൻ്റെ കയ്യിലൊരു നമ്പർ ഉണ്ട്. ഇതാ ഇവിടെ ഞാൻ എഴുതി വെച്ചു നമ്പർ. ഇതാണ് എന്റെ നമ്പർ. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ നമ്മൾ 3, 2, 5, 5, 1, 6 കിട്ടും. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ലോജിക് എന്ന് പറഞ്ഞേ.
നന്ദു ഉണ്ടോ അവിടെ? പോയോ? ഉണ്ട്. ആ നന്ദു പറഞ്ഞോ. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ എന്നാ ചെയ്യണ്ടേ? ഈസ് നമ്പറിനെ ഒരു വേരിയബിളിലോട്ട് എടുത്ത് വയ്ക്കണം. ഏ ഈസ് നമ്പറിനെ ഓരോ വേരിയബിളിലോട്ട് എടുത്ത് വയ്ക്കണം. ഏതിനെ കൊണ്ടുവെക്കണം? നമ്പറിനെ സെപ്പറേറ്റ് ചെയ്യണം. ആ സം ഡിജിറ്റിനെ. ആ ഡിജിറ്റിനെ സെപ്പറേറ്റ് ചെയ്യണം. നന്ദു സി പഠിച്ചിട്ടാണോ ഇരിക്കുന്നത്? കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ആ ഓക്കെ. അപ്പോ അതെ, നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, നമ്പറിനെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ മോഡുലസ് ഓപ്പറേറ്ററിനെ ഓപ്പറേറ്റർ യൂസ് ചെയ്യാന്നുള്ളതാണ്. 321 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 321 മോഡുലസ് 10 എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 3s are 30, റിമൈൻഡർ 2 1, 10 2s are 20, റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഡിജിറ്റ്. ആദ്യത്തെ ഡിജിറ്റ് കിട്ടും. ഉത്തരം എന്താണ്? ഈ കേസിൽ എനിക്ക് 1 സെപ്പറേറ്റ് ചെയ്ത് വന്നു. ഈ 1 അല്ലേ എടുക്കുന്നത്. എന്നിട്ട് എനിക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത്രയും ഭാഗം മാത്രം എടുക്കണം. ഓക്കെ, ഈ ഭാഗം മാത്രം എടുക്കണം. 32 മാത്രം എടുക്കണം. ശരിക്കും 32 എനിക്ക് അടുത്ത റിമൈൻഡർ, അടുത്ത 32നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എടുക്കുകയാണെങ്കിൽ 2 കിട്ടും. അപ്പൊ അടുത്ത 2നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിന്റെ കോഷ്യന്റ് എത്രയാണ് എടുക്കണം. അപ്പൊ ഈ ഭാഗം മാത്രം എടുക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 321 അല്ലേ? ഡിയിലേക്ക് ആദ്യത്തെ 1 വന്നിരുന്നു. അതായത് അവസാനത്തെ ഡിജിറ്റ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുത്തു, 1 വന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ നമ്മിനെ ഞാൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. നം ഈസ് ഈക്വൽ ടു, ഞാൻ എന്നാ ചെയ്യുന്നത്? ഓൾറെഡി നം ഡിവൈഡഡ് ബൈ 10 എന്താണ്? ഈ നം ഡിവൈഡ് ബൈ 10 വന്നത് 32 ആണ്. അപ്പൊ ഇതിനെ 32, അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ 32 അല്ല 32 പോയിന്റ് സംതിങ് വരും. അപ്പൊ അതിന്റെ ഇന്റിജർ പാർട്ട് മാത്രം എടുത്താൽ മതി. അതിനാണ് ടൈപ്പ് കൺവേർഷൻ എടുക്കുന്നത്, ടൈപ്പ് കാസ്റ്റിംഗ്. അതായത് നം ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എനിക്ക് 32 പോയിന്റ് സംതിങ് എന്തോ ആണ്. ഞാൻ അതിനെ ഇങ്ങനെ എഴുതും. നം ഈസ് ഗോയിങ് ടു ചേഞ്ച് ലൈക്ക് ഇൻറ്റ് ഓഫ്, ഇങ്ങനെ എഴുതും, ഇൻറ്റ് ബ്രാക്കറ്റിലിടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? നം ബൈ 10 എന്ന് എഴുതും. അപ്പൊ 32 ആയിട്ട് തന്നെ എന്ത് ചെയ്യും? നം എന്താകും? 32 ആകും. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യും? ഇത് ലൂപ്പിലിട്ടാ ചെയ്യുന്നത്. ലൂപ്പിലിട്ട് ചെയ്യുമ്പോൾ നം 32 ആയി. അപ്പം നമ്മിന്റെ വാല്യൂ 32 ആകും. ഓക്കെ, ഇത്രയാകും. 1 പോയി സെപ്പറേറ്റ് ചെയ്ത് ഡിയിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി അതിന് മുന്നേ ഒരു സാധനം പഠിക്കണം. സം ഓഫ് n നമ്പേഴ്സ് പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വിട്ടേര്. അപ്പൊ നന്ദു, സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ, സം ഓഫ് n natural numbers, sum of n even numbers, sum of square of n natural numbers, sum of in between any range. Okay, അത് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ഇത്രയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ എങ്ങാനും സി പഠിച്ചാണെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ ട്രൈ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, ഇപ്പോ ആദ്യമായിട്ട് പഠിക്കുന്നവര് ഇത് മതി. നാളെ ബാക്കി പ്രോഗ്രാം ചെയ്യാം. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതിന് ഡിഫറൻസ് തിയറിറ്റിക്കൽ സെൻസിൽ എഴുതണം. എഴുതുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. വൈൽ ലൂപ്പ് ആണെങ്കിൽ എന്താ എൻട്രി കൺട്രോൾ ലൂപ്പ് ആണെന്ന് പറയാ. വി ഹാവ് 3 സ്റ്റെപ്സ്. ഇനിഷ്യൽ ലൂപ്പിന്റെ സ്റ്റെപ്സ് എഴുതുക, വൈലിന്റെ സിൻടാക്സ് എഴുതുക, ഒരു എക്സാമ്പിൾ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഫുൾ കിട്ടും. ഡു വൈൽ ആണെന്നുണ്ടെങ്കിൽ ഡു വൈലിന്റെ ഇനിഷ്യലൈസേഷൻ അതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഡു വൈലിന്റെ സിൻടാക്സ് എഴുതുക. ഓക്കെ, ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിൻടാക്സ് കൗണ്ട് ഈക്വൽ ടു 0, ഡു, പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് മാത്രം എഴുതുക, വൈൽ എഴുതുക, അത് കൗണ്ടർ വേരിയബിൾ ഇത്ര ലിമിറ്റ് ആവുന്ന എന്നിട്ട് ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വരും. നിങ്ങളോട് ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് വൈൽ ആൻഡ് ഡു വൈൽ. വൈൽ ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ്, ഡു വൈൽ ഈസ് എൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഡിഫറൻഷിയേറ്റ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഇത്രയൊക്കെയാണ്. ഇത്രയൊക്കെ ഇന്ന് മതി. ബാക്കി അടുത്ത ക്ലാസ് വയ്ക്കാം. ഓക്കെ, താങ്ക് യു.